ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കുളപ്പുള്ളി മുതൽ ഒറ്റപ്പാലം വരെയുള്ള പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം കാരണം രണ്ടാഴ്ചക്കിടെ പൊലിഞ്ഞത് 2 ജീവനുകൾ. കഴിഞ്ഞ 26-ന് പാതിപ്പാറയിൽ സ്കൂട്ടർ യാത്രക്കാരിയായ വാടാനംകുറിച്ചി സ്വദേശിയായ യുവതി ബസ്സിടിച്ച് മരിച്ചു. വ്യാഴാഴ്ച കുളപ്പുള്ളിയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബസ്സിടിച്ച കാൽനട യാത്രക്കാരനും മരിച്ചു. രണ്ടും സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗമാണ് കാരണമെന്നാണ് പരാതി. കുളപ്പുള്ളി മുതൽ ഒറ്റപ്പാലം വരെ സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗത്തിന് കാരണം ഗുരുവായൂർ പാലക്കാട് ബസ്സുകളും തൃശൂർ ഒറ്റപ്പാലം ബസ്സുകളും കുളപ്പുള്ളി മുതൽ ഒരേ പാതയിലെത്തുന്നതാണ്. ഇതോടെ യാത്രക്കാരെ കയറ്റുന്നതിനായി മത്സര ഓട്ടം തുടങ്ങും. മിനിറ്റുകളും സെക്കൻഡുകളും മാറിയെന്നാരോപിച്ച് ബസ് ജീവനക്കാർ തമ്മിലുള്ള തർക്കവും പതിവാണ്. 2 ജില്ലകളിലെ ബസ്സുകൾ തമ്മിലുള്ള തർക്കമായും പിന്നീട് അസോസിയേഷനുകൾ തമ്മിലുള്ള തർക്കത്തിലേക്കും ഇത് പോകാറുണ്ട്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിൽ തൃശൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കയറാതിരിക്കാനുള്ള കാരണവും സമയക്കുറവാണെന്നാണ് ഇവരുടെ വാദം. നഗരസഭയും മോട്ടോർ വാഹന വകുപ്പും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. എന്നാൽ സമയക്കുറവ് ഉന്നയിച്ച് തൃശൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കുളപ്പുള്ളിയെ അവഗണിച്ചു. കുളപ്പുള്ളി മുതൽ ഒറ്റപ്പാലം വരെ കുളപ്പുള്ളി ഇരട്ടമ്പലം വളവ്, കൂനത്തറ, മനശ്ശേരി തുടങ്ങിയ അതീവ അപകട മേഖലയാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ബസ്സുകളുടെ മത്സര ഓട്ടവും അപകടങ്ങളും. മരണത്തിന് പുറമെ പ്രതിദിനം ചെറിയ അപകടങ്ങളിൽ പരിക്കേൽക്കുന്നവരുടെ എണ്ണവും ഏറെയാണ്. ഒറ്റപ്പാലം ടൗണിലെ ഗതാഗത കുരുക്കിൽപ്പെട്ട് വരുന്ന ബസ്സുകൾ പിന്നീട് അമിത വേഗമെടുക്കും. പിന്നീട് വാണിയംകുളം ടൗണിലും ഗതാഗത കുരുക്കുണ്ടാകാറുണ്ട്. ഇതും സമയക്കുറവിന് കാരണമാകും. ഈ സമയങ്ങളിൽ മറ്റു വാഹനങ്ങൾ ബസ്സുകളുടെ മുന്നിൽപ്പെട്ടാൽ പിന്നെ ഹോണടിച്ചും ഭയപ്പെടുത്തുന്ന രീതിയിൽ അടുപ്പിച്ച് ബസ്സുകളെത്തിയും ഉണ്ടാകുന്ന തർക്കങ്ങളും പതിവാണ്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.